മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. സ്കൂളിലൊക്കെ പോകാറുണ്ടല്ലോ, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മള് ഇനി ഇതാ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പരീക്ഷയുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതുവരെ പിന്തുടർന്ന രീതികളിൽ നിന്നൊക്കെ ഒന്ന് മാറി പിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് അതുപോലുള്ള ഒരു ചോദ്യമായിട്ടാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണ്, പക്ഷെ അത് എഴുതുന്നതിലുള്ള വ്യത്യസ്തതയാണ് നമ്മൾ വരുത്തേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും അടിസ്ഥാന പാഠാവലി പഠിക്കുന്നുണ്ടല്ലോ. മലയാളം ഫസ്റ്റ് ടീച്ചർ ഇടയ്ക്ക് വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട്, കോണ്ടന്റ് വീഡിയോസ് ആയിട്ട്, നിങ്ങൾ നോക്കണം. ഇപ്പൊ ടീച്ചർ പറയുന്നത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കഥയുണ്ട് നമുക്ക് പഠിക്കാൻ. അത് എഴുതിയിരിക്കുന്നത് തിക്കോടിയനാണ്. തിക്കോടിയന്റെ മുഴുവൻ പേര് പി കുഞ്ഞനന്ദൻ നായർ എന്നാണ്. തിക്കോടിക്കാരനാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയുടെയും വടകരയുടെയും ഒക്കെ പയ്യോളിയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് തിക്കോടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ തിക്കോടിക്കാരനായതുകൊണ്ട് തിക്കോടിയൻ എന്നുള്ള പേര് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, സാഹിത്യകാരൻ സഞ്ജയനാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശിച്ചത് കേട്ടോ. അപ്പോ തിക്കോടിയന്റെ യഥാർത്ഥ പേരെന്താണ്? പി കുഞ്ഞനന്ദൻ നായർ. അപ്പൊ പി കുഞ്ഞനന്ദൻ നായർ എഴുതിയ, അല്ലെങ്കിൽ തിക്കോടിയൻ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ? ഉണ്ണിക്കണ്ണനാണ് അല്ലെ? നമ്മളത് പറഞ്ഞിട്ടുണ്ടേ. അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, അതുപോലെ ഒരു രാക്ഷസനുണ്ട്. ശരിക്കും രാക്ഷസൻ എന്ന് പറയുന്നത് രാക്ഷസനല്ല, രാക്ഷസന്റെ ചിരി എന്നാണ് ഈ കഥാസമാഹാരത്തിന്റെ പേര് തന്നെ. അപ്പൊ ഈ രാക്ഷസൻ എന്ന് പറയുന്നത് അമ്മ ജോലിക്ക് പോകുന്ന, ഉണ്ണിക്കണ്ണന്റെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ ആരാണ്? ഉണ്ണിക്കണ്ണന്റെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ കാരണവരാണ്. ഒരു രാക്ഷസന്റെ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഉണ്ണിക്കണ്ണൻ അമ്മയുടെ കൂടെ ഈ വീട്ടിൽ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനും കൂടെ പോയി. അപ്പോ ഈ കാരണവര് ചോദിച്ചു, എന്ത്, ജോലിക്ക് വരുമ്പോ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? അത് കേട്ട് ഉണ്ണിക്കണ്ണന് പേടിയായി, ദേഷ്യപ്പെട്ടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ രാക്ഷസൻ എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഭാവന അനുസരിച്ച് എഴുതാൻ പറ്റിയ ഒരു ചോദ്യം ടീച്ചർ പറയാം. പരീക്ഷയ്ക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാറുള്ളത്. നല്ല രസമുള്ളൊരു ചോദ്യമാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ എല്ലാത്തിനും നമുക്ക് ഓൺലൈനിൽ ബാച്ചുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ? ഓൺലൈൻ ബാച്ചുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ക്ലാസ് 5 പൃഥ്വി, 4ാം ക്ലാസ്സിൽ പ്രാണയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ എന്താണത്? പൃഥ്വി ബാച്ചാണ്. അപ്പോ പൃഥ്വി ബാച്ചിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സുകളുള്ള, റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ അതിലെ ഓരോ യൂണിറ്റുകളും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരാൻ സൈലത്തിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്കൊരു ഭാരമാകാത്ത രീതിയിൽ പരീക്ഷ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിപൊളി ഒരു ബാച്ചാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് ഓരോ ടേം എക്സാമിന് മുൻപേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാണ്? ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. 999554008000 എന്ന് പറയുന്ന നമ്പറാണ്. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ ഭാഗമാവുക കേട്ടോ. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. ചോദ്യം ഇതാണ്, ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? നിങ്ങൾക്ക് കഥ വായിച്ചവർക്കറിയാം, മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ നിന്നാണ് ഉണ്ണിക്കണ്ണന് ഒരു ഊഞ്ഞാല് വേണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം വന്നത്. അപ്പോ മുത്തശ്ശി ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. മുത്തശ്ശിക്ക് ഉണ്ണിക്കണ്ണനെ ഇഷ്ടമാണ്, ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെയും ഇഷ്ടമാണ്. അതുപോലെ വീട്ടിലെ പിന്നെ അമ്മയാണുള്ളത്. അമ്മ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് ഉണ്ണിക്കണ്ണനെ വളർത്തുന്നത്. അപ്പൊ മുത്തശ്ശിയാണ് അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറ്. നാമം ജപിക്കുന്ന, കാഴ്ചക്കുറവുള്ള, കേൾവിക്കുറവുള്ള മുത്തശ്ശിയാണ് അവനുള്ളത്. പ്രായമുള്ള ഒരു മുത്തശ്ശി. ഇവിടെ ഫോട്ടോ കാണുന്നില്ലേ?
ഒരു മുത്തശ്ശിയില്ലേ, നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടതാ നാമം ജപിക്കുന്ന ചിത്രമൊക്കെ ടീച്ചർ നാമം ജപിക്കുന്ന മുത്തശ്ശി. അപ്പോൾ ഇവന്റെ എല്ലാ കാര്യത്തിനും കൂട്ടി നിൽക്കുന്നത് മുത്തശ്ശിയാണ്. വീട്ടിൽ അവന്റെ കൂടെ ഉണ്ടാവാറുള്ളത് മുത്തശ്ശിയാണ്. നിങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയായിരിക്കും. അമ്മമാര് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അമ്മമ്മമാരുടെ ഒക്കെ കൂടെ ആയിരിക്കും ഉണ്ടാവാറല്ലേ. അമ്മമ്മമാരും അച്ഛമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ നോക്കുന്നത്. അപ്പോ ഉണ്ണിക്കണ്ണന് ഊഞ്ഞാല് വേണം. മുത്തശ്ശി ഒരു കഥ പറഞ്ഞപ്പോ ഊഞ്ഞാലിനെ പറ്റി പറഞ്ഞത് അവനങ്ങ് ഇഷ്ടാവുകയാണ്. ഊഞ്ഞാലാടുന്ന സമയത്ത് കാണുന്ന കാഴ്ചകള്, അങ്ങ് ഉയരത്തിലേക്ക് ഊഞ്ഞാലാടി പോകുമ്പോ ആ മരച്ചില്ലകളിൽ തട്ടുന്നതും ആ മരച്ചില്ലകൾക്കിടയിലൂടെ അമ്പിളിമാമൻ അല്ലെ ചന്ദ്രൻ നോക്കുന്നതും ഒക്കെ അവൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ഇവിടെ ചോദിക്കുകയാണ്. ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലേ. ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി. അവന് പരുക്കുപറ്റി. പാവം, അവൻ കരഞ്ഞു. ഊഞ്ഞാലിന് വീണിട്ട് ആരാവും അവന്റെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തുക? അമ്മയാണോ, കൂട്ടുകാരാണോ, അച്ഛനാണോ? അവർ അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അവർ അവനോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആരായിരിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പറ്റി എഴുതാം. എനിക്ക് തോന്നുകയാണേ മുത്തശ്ശിയല്ലേ അവന്റെ കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോ വീട്ടിൽ അമ്മ ചിലപ്പോൾ ജോലിക്ക് പോയതായിരിക്കും. അപ്പൊ അവൻ ഊഞ്ഞാലാടുന്ന സമയത്ത് വീണപ്പോ കരഞ്ഞപ്പോ ഉറക്കെ കരഞ്ഞിട്ടുണ്ടാവും അല്ലെ. മുത്തശ്ശിക്ക് ചെവി കേൾവി കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഉറക്കെ കരഞ്ഞപ്പോ മുത്തശ്ശിക്ക് അത് കേട്ടിട്ടുണ്ടാവും. കാരണം മുത്തശ്ശി അവൻ ഊഞ്ഞാലാടുമ്പോ അവിടെ തന്നെ വന്നിരിക്കുന്നുണ്ടാവും. അവൻ വീണു എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ മുത്തശ്ശിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുതിയതാണേ. ഉണ്ണിക്കണ്ണനിൽ ഊഞ്ഞാൽ പൂതി നിറച്ചത് മുത്തശ്ശിയുടെ കഥകളായിരുന്നു. അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതും മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയോടല്ലേ പറയുന്നത്, മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാൽ. അപ്പൊ മുത്തശ്ശി കേൾക്കില്ല. അവൻ കദീന പൊട്ടിച്ചതുപോലെ നല്ല ശബ്ദത്തിൽ മുത്തശ്ശിയുടെ ചെവിയുടെ അടുത്ത് പോയിട്ട് പറയും, മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാൽ. അല്ലേ, നമുക്ക് കൊഞ്ചാനും ഇങ്ങനെ കിന്നാരത്തോടെ പറയാനൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവാറ്, നിന്ന് തരാറ്. അപ്പൊ മുത്തശ്ശിയായിരുന്നു അവന്റെ ഊഞ്ഞാൽ പൂതി സാധിപ്പിച്ചു കൊടുത്തത്. നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതണം കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഊഞ്ഞാലാടുമ്പോൾ അതിന് ചുറ്റിപ്പറ്റി മുത്തശ്ശി ഉണ്ടാവും. ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ നിലത്തു വീണു. ഉണ്ണിക്കണ്ണന്റെ കരച്ചിൽ കേട്ട് തപ്പിത്തടഞ്ഞ് മുത്തശ്ശി ഓടിയെത്തി അല്ലേ. ഉണ്ണിക്കണ്ണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നെ നമ്മുടെ മുത്തശ്ശിയുടെ ഡയലോഗ് എന്തായിരിക്കും? ടീച്ചർ എഴുതിയതാണേ ഇത്. അപ്പൊ മുത്തശ്ശി ചോദിക്കും, എന്താ പറ്റി എന്റെ കുട്ടിക്ക്? മുത്തശ്ശി പറഞ്ഞതല്ലേ, ഇത് വടിയാണ് കേട്ടോ. വടിയാണേ. അപ്പൊ ആദ്യം തൊട്ട് പറയാം. എന്താ പറ്റി എന്റെ കുട്ടിക്ക്? മുത്തശ്ശി പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. എവിടെയാ പറ്റിയേ? മുത്തശ്ശി നോക്കട്ടെ. മുറിവുണ്ടോ? വേദനിക്കുന്നുണ്ടോ? അമ്മ വന്ന എന്താ പറയാ? സാരില്ല കേട്ടോ, മുത്തശ്ശി ഒരു മന്ത്രം ചൊല്ലിത്തരാം. എന്റെ കുഞ്ഞിന്റെ വേദനയെല്ലാം മാറ്റിത്തരാം. മാന്ത്രികക്കുട്ടാ, എന്റെ കുഞ്ഞിന്റെ വേദനയെല്ലാം മാറ്റിക്കൊടുക്കണേ. ജിംഭൂംഭാ. അപ്പൊ ഇത്തരത്തിലെല്ലാം മുത്തശ്ശി ഉണ്ണിക്കണ്ണനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മിസ്സിന് തോന്നിയൊരു കാര്യമാണ്. അപ്പോ ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം, പറയാം. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇത്തരത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. നിങ്ങളുടെ ഭാവന ഉപയോഗിച്ച് എഴുതുക. നിങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറുക്ക് വിദ്യകളൊക്കെ ആയിട്ട് ടീച്ചർ ഇനിയും വരാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? ഈ മുത്തശ്ശിയെ, ടീച്ചർ ഇപ്പൊ പറഞ്ഞ മുത്തശ്ശിയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ കേൾക്കണം തോന്നുന്നുണ്ടോ? അപ്പോ മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കും, എന്താ പറ്റി എന്റെ കുട്ടിക്ക്? മുത്തശ്ശി പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. നോക്കട്ടെ, മുത്തശ്ശി നോക്കട്ടെ. മുറിവുണ്ടോ? അമ്മ വന്ന എന്താ പറയാ? സാരില്ല കേട്ടോ, മുത്തശ്ശി കുഞ്ഞിന്റെ വേദനയെല്ലാം മാറ്റിത്തരാം. മുത്തശ്ശി ഒരു മന്ത്രം ചൊല്ലിത്തരാം. മാന്ത്രികക്കുട്ടാ, എന്റെ കുഞ്ഞിന്റെ വേദനയെല്ലാം മാറ്റിക്കൊടുക്കണേ. ചിംഭൂംഭാ.
അപ്പൊ അതാണ് മുത്തശ്ശി പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോ ഈ മുത്തശ്ശിയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ ഡയലോഗ് എന്തായിരിക്കും അതും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.